ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായ പലഹാരമാണ്. അതുപോലെ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നുറുക്ക് ഗോതമ്പും കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു പലഹാരമാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തേ കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പാൻ വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായി വന്ന പാനിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി 2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് നെയ്യിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നല്ലതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഒരു 15 ചെറിയുള്ളിയാണ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെറിയുള്ളി കയ്യിലില്ല എന്നാണെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു രുചിയും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ചെറിയുള്ളി ആണെങ്കിൽ ഒരു 15 എടുക്കുക. എനിക്ക് ഒട്ടും ഇല്ല സവാളയാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു സവാളയുടെ ഒരു 1/4 ഭാഗമൊക്കെ എടുത്താൽ മതി. വലിയ സവാളയാണെങ്കിൽ ചെറിയുള്ളി വഴറ്റിയെടുക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് അത്യാവശ്യം ഇത് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. നമ്മൾ ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാറുണ്ടല്ലോ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, ഞാനിവിടെ ഒരു 10-12 കശുവണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി പൊടിച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തേങ്ങയുടെയൊക്കെ അളവ് കറക്റ്റായിട്ടാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കണക്കിന്. അപ്പോൾ 1/2 കപ്പ് ചിരകിയ തേങ്ങ ഉണ്ടെങ്കിൽ തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഇത് നമ്മൾ ഒത്തിരി സമയമൊന്നും ഫ്രൈ ചെയ്ത് കളറ് മാറുന്ന രീതിയിലൊന്നും തേങ്ങ വറുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ആ നെയ്യിൽ കിടന്നിട്ട് ആ ഒരു ഫ്ലേവർ നമ്മുടെ തേങ്ങയിലോട്ട് കിട്ടുന്ന രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ഒരു മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലെ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് 1/2 കപ്പാണ്. 1/2 കപ്പ് 125 ml കപ്പിന് 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് 1 മണിക്കൂർ ഒന്ന് കുതിർത്തി വെച്ചതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് 1 മണിക്കൂറൊക്കെ നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ കുതിർത്തി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ കുതിർന്ന് കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ സാധാരണ വെള്ളത്തിൽ കുതിർത്തി വെച്ചാലും മതി കേട്ടോ. കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. തിളച്ച വെള്ളത്തിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടേക്ക്, വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്, അതിലോട്ടേക്ക് ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. നമ്മൾ ആകെ 1/2 കപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ അളവൊക്കെ നിങ്ങൾ ഇരട്ടിയാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡബിൾ ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അതായത് തേങ്ങയൊക്കെ 1 കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലോട്ട് ഞാൻ ചേർക്കുന്ന ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് ആ 1/2 കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഞാൻ ശർക്കരയും ചേർത്തിട്ടുള്ളത്. അതായത് ഒരു അച്ച് ശർക്കര, ഒരു വലിയ അച്ച് ശർക്കര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് മാത്രമാണ് നമ്മളിതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നുറുക്ക് ഗോതമ്പ്, ശർക്കര, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം. നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കുറുകിയ ഒരു പാകത്തിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് എക്സ്ട്രാ നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ആവശ്യമായിട്ടുണ്ട്. അതാണ് ഇതിന് ഏറ്റവും രുചി കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒന്ന് നല്ല തിക്കായിട്ട് കിട്ടും. നമ്മൾ തേങ്ങ ചേർത്തിട്ടൊന്ന് മാവ് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ആദ്യമേ തന്നെ വെള്ളം നല്ലതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കൊരു സ്നാക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല. നന്നായി മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1/4 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ വരും കേട്ടോ. ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ ചേർക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ആദ്യമേ തന്നെ വെള്ളം ഒത്തിരി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഈ തേങ്ങാപ്പാൽ കൂടി ചേർക്കുമ്പോൾ ബാറ്റർ വല്ലാതങ്ങ് ലൂസായി പോകും. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഒന്ന് കൊടുക്കാം കേട്ടോ. നല്ല കറക്റ്റായിട്ടുള്ള അളവിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും.
അപ്പോൾ ഇനി നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ നമ്മുടെ ചോറ്റുപാത്രം ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റോ സെറാമിക്കിൻ്റെ പ്ലേറ്റോ ബൗളോ അതല്ലെങ്കിൽ ബേക്കിംഗ് ട്രേയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏതാണെങ്കിലും അതിൻ്റെ താഴെ ഭാഗത്തും സൈഡിലൊക്കെ കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കുക. അപ്പോഴാണെങ്കിൽ ഈ ഒരു അപ്പം ആവിയിൽ വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി കഴിയും. ഇനി മുഴുവൻ ബാറ്ററും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞു പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം തന്നെ ഈ ബാറ്റർ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ബാറ്ററുള്ള രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളതാണ്, കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇഡ്ഡലി പാത്രത്തിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വെള്ളം തിളച്ച് ആവി വരണം. നല്ലതുപോലെ ആവി വരുന്ന സമയത്ത് നമുക്കിതുപോലെ നമ്മുടെ ആ ഒരു പാത്രം ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാം. ഇതിപ്പോൾ ഒത്തിരി ബാറ്റർ ഉണ്ടെന്ന് കരുതി ഒത്തിരി സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ടിയൊന്നും വരില്ല. കാരണം ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മാത്രമേ ഇത് വേവിച്ചെടുക്കാനുള്ള സമയം നമുക്ക് വേണ്ടൂ. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ ഇത് പാകമായിട്ട് കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഫ്ലെയിമൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് വെന്തില്ല എന്നാണെങ്കിൽ മാത്രം ഒരു 5-10 മിനിറ്റ് അധികം വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. സ്റ്റിക്കിൽ ചെറുതായിട്ട് എന്തായാലും ആ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു ഒട്ടൽ പോലെ ഉണ്ടാകും. അത് പക്ഷേ ചൂടാറി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കിട്ടും. അതല്ലാണ്ട് ആ ചെറിയൊരു ഒട്ടലുണ്ടെന്ന് കരുതി ഒത്തിരി സമയം വീണ്ടും നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കണ്ടോ, അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് നോക്കുന്നതും ആവിയിൽ നിന്ന് എടുത്ത സമയത്തും ഇപ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് കണ്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ആ ചെറുതായിട്ടുള്ള ഒരു ഒട്ടൽ കാര്യമാക്കേണ്ട. 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുക്കാം. ഈ ഒരു പലഹാരം എന്ന് പറയുന്നത് ശരിക്കും നല്ല രുചിയാണ് കേട്ടോ. അത് ശരിക്കും നമ്മൾ ഇതിനകത്ത് വേറെ പഴമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങാപ്പാലിൻ്റെയും നുറുക്ക് ഗോതമ്പിൻ്റെ അരച്ചതിൻ്റെ ഒക്കെ ഒരു രുചി ശരിക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് വൈകുന്നേരം ചായപ്പലഹാരമായിട്ട് മാത്രമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതായിട്ടുള്ളതാണ്. ഒരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ശരിക്കും കാണിച്ചു തരാം. ഇത് എത്രത്തോളം നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഉൾഭാഗം ശരിക്കും കുക്കാവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും. കാരണം നുറുക്ക് ഗോതമ്പ് ഇത്രയും കുറച്ചും കൂടി ബാറ്ററൊക്കെ ലൂസായിട്ടാവുമ്പോൾ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പുറം ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഞാൻ ഉൾഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. നല്ല രീതിയിൽ നമ്മൾ സാധാരണ കലത്തപ്പം, കണ്ണൂർ കലത്തപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സ്റ്റൈലില്ലേ, അതുപോലെ തന്നെ കിട്ടും. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല ഡിഫറെൻ്റ് ആണ്. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു രുചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.